ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തലേ ദിവസം തന്നെ 25-ാം തീയതിയും ചോദിച്ചിട്ടുണ്ട്, 26-നും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ആ പറയാൻ പാടില്ല, കളവേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ്. കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളതിൽ നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനേ പാടില്ല, കാണാനേ പാടില്ല എന്നുള്ളത് എന്ത് രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഒരു ദോഷം ചെയ്യില്ല, പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല. കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടുന്നാണ് കണ്ടത്. ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ 24-ാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. പക്ഷേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അയാളൊരു ഭാഗത്തിരുന്നു, ഞാൻ വേറൊരു ഭാഗത്തിരുന്നു. അതെ, അങ്ങനെ തന്നെ കാണുള്ളൂ. വേറെ എങ്ങനെ കാണുള്ളൂ? ഇത് അതേ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് കണ്ടു, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു, അത്രയേ വ്യത്യാസം. ആ, വേറെ അധികം വിശദീകരണത്തിൻ്റെ പ്രശ്നമില്ല. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഞങ്ങളെ ചിലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ പറ, ചോദിക്കും, ഓരോരാളായി ചോദിക്കും. അത് അന്നും രാഷ്ട്രീയം തന്നെ. ഓ, അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ. ഇതിലേ പോവുകയായിരുന്നു, പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജാവസ്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയലാലും പറഞ്ഞത്. അത്ര നിഷ്കളാണ്, അത്ര നിഷ്കളങ്കമാണ്. പോരെ, അത് ഒരു ശുദ്ധ അസംബന്ധമാണ്. അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞതിനെല്ലാം കേസ്. തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും. ഇല്ലില്ല, ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ശുദ്ധ കളവ് പറയായിരുന്നു, ശോഭയെ ഉൾപ്പെടെ. ലീഗൽ ആക്ഷൻ. അതാ പറഞ്ഞേ, ശോഭന ഉൾപ്പെടെ. ദുഷ്ടലാക്കൊന്നും കാണുന്നില്ല. വേറെ എന്തെങ്കിലും ദുഷ്ടലാക്ക് വന്നിരിക്കുന്നു. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി? ഞങ്ങൾ നടപടി എടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടി എടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടി എടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ ഇപ്പോഴും. ഇദ്ദേഹം ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടു എന്ന് ജാവദേക്കറും പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു. അത് ഒരു കൊല്ലം മുമ്പുള്ളതാണ്. ആ സമയത്തായിരുന്നു വന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയാൻ അറിയാണ്ടായിരുന്നു. ദേശീയ ദൃശ്യം പറഞ്ഞത് ഒന്നും ശുദ്ധാസംബന്ധമാണ്. അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കും തന്നെയാണ് പറഞ്ഞത്. അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു. ആക്കെ വെറുതെ കഥ പറയുന്നതാണെന്നും. കഥയാണ്, തിരക്കഥ. ആര് അതേന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറേ ആൾ എന്തെങ്കിലും പറയുന്നതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയാണ്. ആരൊക്കെയാണ് തിരക്കഥ എന്നല്ല നിങ്ങൾ കണ്ടുപിടിച്ചു. നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ, ഫ്രോഡാണ് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല. വലിയ പ്രചരണമുണ്ട്. അതിപ്പോൾ ശരിയല്ലേ? ഇന്നും പോയല്ലോ. അതിനിടക്ക് തന്നെ ഇതെന്താ കാര്യമെന്ന് ജയരാജൻ BJPയിലേക്ക് പോയിട്ടില്ലല്ലോ, പോകാൻ പോയിട്ടുമില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിച്ചാണ് നടക്കുക. എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ. പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന്. അതുകൊണ്ട് അതൊന്നും മറുപടി പറയണ്ട. അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതൊന്നുമില്ല. ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല.